ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നമ്മൾ എല്ലാ തവണയും ജമന്തിയുടെ കോംബോ ഓഫർ കൊണ്ടുവരാറുണ്ട്. അതൊക്കെ അന്നേരം തന്നെ സോൾഡ് ഔട്ട് ആവാറുണ്ട്. അപ്പോൾ ഇത്തവണയും നമ്മൾ ജമന്തിയുടെ കോംബോ ഓഫറുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത്തവണ വന്നേക്കുന്നത് നമുക്ക് 2 ജമന്തിയുടെ കോംബോ വരുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം 5 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയും ഒരെണ്ണം 10 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് വരുന്നത്. അപ്പോൾ 2 കോംബോസാണ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. വെറൈറ്റീസ് ആയിട്ടുള്ള ഇതിനകത്ത് വെറൈറ്റീസ് ആയിട്ടുള്ള ജമന്തിയുടെ കളേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണുക. കാരണം ഓരോന്നും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നേക്കുന്നത്. കാരണം ഞാൻ വീഡിയോ ലാസ്റ്റ് വരെ കാണണമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് കണ്ടിട്ട് നമ്പർ എടുത്ത് മെസ്സേജ് ഇടും. ആദ്യത്തെ കുറച്ച് പോർഷനേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഏതൊക്കെ കളേഴ്സാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, എനിക്ക് വാട്സപ്പിൽ പിക്ക് അയച്ചു തരാമെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ 2 ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫോണിലാണ് വാട്സപ്പും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോണിനകത്ത് സ്പേസിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അതിനകത്ത് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ച് മാത്രമേ എടുത്തിടാറുള്ളൂ. ജമന്തി ഒന്നും നമ്മളങ്ങനെ എടുത്ത് വെക്കാറില്ല. കാരണം ഓരോ തവണയും ജമന്തി നമുക്ക് ഓരോ കളേഴ്സാണ് കിട്ടുന്നത്. ചിലപ്പോൾ ഇപ്രാവശ്യം കിട്ടുന്ന കളേഴ്സ് ആവില്ല അടുത്ത വട്ടം കിട്ടാം. അപ്പോൾ അതുകൊണ്ട് ജമന്തിയുടെ ഫോട്ടോസല്ല, റോസിൻ്റെ കുറച്ച് ഫോട്ടോസ് മാത്രം അതിനകത്ത് എടുത്തിട്ടേക്കാണ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ കാർട്ടിനകത്ത് കൊടുത്തേക്കും. അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് അയച്ചു തരാൻ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ ആ ഫോട്ടോസ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അത് അയച്ചു തരാൻ നോക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്ന് എടുത്ത് അയച്ചു തരാനും പറ്റത്തില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് വീഡിയോ ലാസ്റ്റ് വരെയും കാണണമെന്ന് പറയുന്നത്. ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളത് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 30 സെക്കൻഡ് 35 സെക്കൻഡ് തന്നെ ഒരു ഫ്ലവറിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ കളേഴ്സാണ് ഇതിനകത്ത് കൊടുക്കുന്നതെന്നുള്ളത്. വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെല്ലാ കളേഴ്സും 10 കളേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് 5 പ്ലാന്റ്സ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റത്തെ കോംബോയിൽ വരുന്നത്. പിന്നെ ഇതിൽ കാണിക്കുന്ന എല്ലാ കളേഴ്സും വന്നിട്ടാണ് സെക്കൻഡത്തെ 10 പ്ലാന്റ്സിൻ്റെ കോംബോ വരുന്നത്. പിന്നെയുള്ളത് ഇതിനകത്ത് സെലക്ഷൻ വരുന്നില്ല. എല്ലാ തവണയും ഞാൻ വീഡിയോസിൽ പറയാറുണ്ട് സെലക്ഷൻ ഇല്ല എന്ന് പറയുമെങ്കിൽ പോലും കുറച്ച് പേര് വന്നിട്ട് സെലക്ട് ചെയ്ത് തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അന്നേരം നമ്മൾ ചിലപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറയും. പക്ഷേ ചിലപ്പോൾ നമുക്കത് അവരുദ്ദേശിക്കുന്ന കളർ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഒന്നുകിൽ നമ്മളിപ്പോൾ മിക്കവാറും 7 പ്ലാന്റ്സൊക്കെ വെച്ചിട്ടാണ് 5 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനകത്ത് 7 എണ്ണം വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്ലാന്റ്സ് ചിലപ്പോൾ ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പം റെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കുറവായിരിക്കും, ചിലപ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഓറഞ്ച് കൊടുക്കുമ്പോഴത്തേക്കും ചിലവർക്ക് റെഡ് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണോന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ റെഡ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ അത് കൊടുക്കാൻ പറ്റിയെന്നല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിനകത്ത് സെലക്ഷൻ പ്രോസസ്സ് ഇല്ല എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പോൾ ഒരു 50 ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 50 പേരുടെ ലിസ്റ്റും എടുക്കും, 50 പോട്ടും എടുത്ത് നമ്മൾ പ്ലാൻസ് തയ്യാറാക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടെയാണ് പാക്ക് ചെയ്യുന്നത്. പ്ലാന്റ്സ് എല്ലാം എടുത്ത് നമ്മുടെ വീടിനകത്ത് കൊണ്ടുപോയി അവിടെ വെച്ചിട്ടാണ് ബാക്കി പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഹസ്ബൻഡും കൂടെ ഹെൽപ്പിനുണ്ടാവും, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരും കൊറിയറുള്ള ദിവസങ്ങളിൽ. അപ്പോൾ പുള്ളിയും കൂടെയാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 50 എണ്ണവും കൊണ്ടുവന്ന് അവിടെ നിരത്തി വയ്ക്കും. ഈ പേപ്പറും കൊടുത്തിട്ടാണ് പാക്കിങ് തുടങ്ങുന്നത്. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ ഇത്ര കളറെന്ന് നോക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ കിട്ടുന്നത് ഏതാണോ അതെടുത്തങ്ങ് പാക്ക് ചെയ്ത് സ്ലിപ്പ് ഒഴിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് നിന്ന് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. കാരണം റോസ് ഒരുപാട് പെൻഡിങ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസം കൊണ്ട് ചെയ്യേണ്ടതില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സെലക്ഷൻ പ്രോസസ്സ് ഇല്ലയെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇത്തവണയും സെലക്ഷൻ പ്രോസസ്സൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്കിപ്പോൾ കോംബോ ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തേക്കാം. കാർട്ടിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ 5 പ്ലാന്റ്സിൻ്റെ കോംബോ ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. 7 പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഞാൻ ഏകദേശം ഒരു 10-11 മണിക്കുള്ളിൽ എല്ലാവർക്കും റിപ്ലൈ തരും. കാരണം നമ്മളിപ്പോൾ പ്ലാൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തു നിന്നായിട്ട്. നമ്മൾ ഒരു നഴ്സറിയിൽ നിന്നല്ല പല നഴ്സറികളിൽ നിന്നായിട്ടാണ് നമ്മൾ പ്ലാൻസ് കളക്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടത് ഓരോ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് എന്തായാലും ഈ പറയുന്ന വെറൈറ്റീസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞിട്ടാണ് പ്ലാൻസ് എല്ലാം കളക്ട് ചെയ്യുന്നത്. അത്രയും ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ നമ്മളൊരു 7 മണിക്കൊക്കെ 7-8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുന്നത്, തിരിച്ച് വരുന്നത് ഇതിപ്പോൾ ഒരു 7 മണി 6:30-7 മണിക്കായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ അത്രയും ടയേർഡായിരിക്കും. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വരുന്ന കോൾസൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യാറുണ്ട്. വാട്സപ്പിൽ ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഈ ഫുഡൊക്കെ കഴിക്കാനൊക്കെ വരുന്ന സമയത്തൊക്കെ ആയിരിക്കും
ഈ റിപ്ലൈ ഒക്കെ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ഫുൾ ട്രാവലിങ്ങും നമ്മൾ പ്ലാൻസ് കളക്ട് ചെയ്യുന്ന തിരക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പ്ലാൻസ് കളക്ട് ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് ഏത് ടൈപ്പ് പ്ലാൻസാണ് വേണ്ടതെന്ന് എനിക്കറിയാവും. അപ്പോൾ ഞാൻ തന്നെ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ വേണം. അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഒരു പ്ലാന്റ് ഒരു നഴ്സറിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ തന്നെ ഇപ്പോൾ ഒരു 10 പ്ലാന്റ് എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും 10 വട്ടം അവിടെ കിടന്നൊന്ന് കറങ്ങി തിരിഞ്ഞ് നോക്കിയാലേ ഏതൊക്കെയാണ് 10 എണ്ണം സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും ലാഗ് വരുന്നത്. കുറച്ച് പേരൊക്കെ പരിഭവം പറഞ്ഞു മുമ്പ് ഞാൻ നന്നായിട്ട് സ്പീഡിന് റിപ്ലൈ കൊടുക്കും, ഇപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഈ പ്ലാൻസ് ഒക്കെ എടുക്കുന്നതിൻ്റെ തിരക്കായതുകൊണ്ടാണ്. എന്നിരുന്നാൽ പോലും നൈറ്റ് 10-11 മണിക്കായിട്ട് നിങ്ങൾ അയക്കുന്ന മെസ്സേജസിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെയുള്ളത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ കാരണം നമ്മൾ പ്ലാൻസ് എടുക്കാൻ വന്നിടത്ത് റെൻറ്റിനല്ലേ താമസിക്കുക, ഇവിടെ റേഞ്ചിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലേസിൽ മാത്രം പോയിരുന്നാലേ ഇവിടെ മുറ്റത്തൊക്കെ ഇറങ്ങിയിരുന്നാലേ റേഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ നൈറ്റൊന്നും അവിടെ പോയിരിക്കാനൊക്കെ ഇപ്പോൾ പാടല്ലേ. അപ്പോൾ കുറച്ചൊക്കെ മെസ്സേജസിന് ലാഗ് വരുന്നത് അതുകൊണ്ടാണ്. വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ടേക്കും. ആ ഒരു നെറ്റ് എപ്പോഴാണോ കറക്റ്റായിട്ട് കിട്ടുന്ന ആ ഒരു സമയം അപ്ലോഡ് ആവുന്നതാണ് കേട്ടോ. നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. വീഡിയോ എടുത്തിട്ട് ഒരു ടൈം ആകുമ്പോഴത്തേക്കും വീഡിയോ സെറ്റ് ചെയ്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യുക കേട്ടോ. അതാണ് നമ്മുടെ ജമന്തിയുടെ കളേഴ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഓരോ വെറൈറ്റി കളേഴ്സാണ്. നമ്മൾ ഈ ഒരു ഇതിലും യെല്ലോയും വൈറ്റും വരുന്നുണ്ട്. ഇത് നാടൻ ജമന്തിയാണ്. നല്ല ഹെൽത്തി ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. നിറയെ പൂക്കളും മൊട്ടുകളോടുകൂടിയ പ്ലാന്റ്സാണ് വരുന്നത്. ഇപ്പം വെള്ള വേണ്ട മഞ്ഞ വേണ്ട എന്നൊന്നും പറഞ്ഞിട്ട് വരരുത് പ്ലീസ്. കാരണം നമുക്കിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അയക്കുമ്പോൾ എൻ്റെ കഷ്ടകാലത്തും ചിലപ്പോൾ ആ കളർ കയറി വരാൻ ചാൻസ് ഉണ്ട്. സെലക്ട് ചെയ്ത് അയക്കുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരാറുണ്ട്. കാരണം ഞാനും പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും കൂടെ നിന്നിട്ടൊക്കെയാണ് പാക്ക് ചെയ്ത് അയക്കുക. അപ്പോൾ നിങ്ങൾക്കതൊരു മുഷിച്ചിലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇതിനകത്ത് സെലക്ഷനിലൊന്നും പ്രോസസ്സ് വരുന്നില്ല എന്ന്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആരും ദേഷ്യമൊന്നും തോന്നരുത്. മാക്സിമം വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സാണ് കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നമ്മുടെ ആ ഒരു ചില ആൾക്കാർ വന്നിട്ട് റെഡും വൈറ്റും, ഞാനത് വേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. എന്നിട്ട് ഹസ്ബൻഡ് ചോദിച്ചു എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇനി എടുത്തിട്ടും കാര്യമില്ല, കാരണം അവർക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത കളറായി റെഡും വൈറ്റും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞ തവണ ആരോ 2-3 പേര് വന്നിട്ട് മോളെ വൈറ്റ് വേണം, എനിക്ക് വൈറ്റ് വെച്ച് തരണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വൈറ്റും റെഡ് യെല്ലോയും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് പ്ലാൻസ് എടുത്തിട്ടുള്ളൂ. 2-3 സെറ്റ് മാത്രമേ വൈറ്റും യെല്ലോയും നമ്മൾ എടുത്തിട്ടുള്ളൂ. നല്ല രസമാണ് കാണാനായിട്ട്. നിറയെ പൂക്കളുണ്ടാവുന്ന ടൈപ്പാണ്. അപ്പോൾ ഈ കോംബോ വരുന്നത് 5 പ്ലാന്റ്സിൻ്റെ കോംബോ വരുന്നത് 350 രൂപ ഇൻക്ലൂഡിങ് CCയും. 10 പ്ലാന്റ്സിൻ്റെ കോംബോ വരുന്നത് 750 രൂപ ഇൻക്ലൂഡിങ് CCയും ആണ്. കാരണം 10 പ്ലാന്റ്സ് വരുമ്പോൾ അത്യാവശ്യം വെയിറ്റ് കൂടുതലായിരിക്കും, നമ്മുടെ പാക്കിങ്ങിൻ്റെ സൈസും കൂടുതലായിരിക്കും. അപ്പോൾ വോളിയം വെയിറ്റൊക്കെ വരുന്നത് കൊണ്ടാണ് 750 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അതിപ്പോൾ 10 പ്ലാന്റ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 10 പ്ലാന്റ്സിൻ്റെ ഉണ്ടായിരിക്കും. 7 പ്ലാന്റ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 7 പ്ലാന്റ്സിൻ്റെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടായിരിക്കും പ്ലാന്റ്സ് അയച്ചു തരിക. സെലക്ട് ചെയ്തിട്ടായിരിക്കും, നമ്മളായിരിക്കും സെലക്ട് ചെയ്ത് പ്ലാന്റ്സ് അയക്കുക. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ചിലപ്പോൾ നമുക്ക് അയക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്